ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. ഞാൻ ഇന്ന് മലയാളത്തിലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കുറെ നാളുകൊണ്ട് ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്, ബട്ട് എനിക്ക് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. മെയിൻലി ഞാൻ പറയും, എന്റെ മനസ്സിൽ മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ട്വിൻ ഫ്ലെയിം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും അല്ല അവരുടെ മുമ്പിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനീഷ്യലി ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടായിരുന്നു, ഇടാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് പെർട്ടിക്കുലർലി മലയാളീസ് നന്നായിട്ട് കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും. അപ്പൊ എനിക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പേടി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഐ വോണ്ട് സേ ദാറ്റ് ഐ ഹാവ് റീച്ച്ഡ് വെരി ഗുഡ് പ്ലേസ്. ഇപ്പോൾ ധൈര്യമുണ്ട് അങ്ങനെയല്ല, ബട്ട് നൗ ഐ ക്യാൻ ടേക്ക് തിങ്സ് ഇൻ എ ഡിഫറെന്റ് വേ. ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് അതേഴ്സ് എന്നുള്ളൊരു പ്ലേസിലെത്തി. ബട്ട് സ്റ്റിൽ ഒരു പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങി വീണ്ടും ഒന്നേന്ന് വീഡിയോസ് ഇടാനുള്ള ഒരു മനസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട് നൗ. ബിക്കോസ് വെൻ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ചാനൽ, അപ്പോൾ വന്നിട്ട് എനിക്ക് ഐ വാസ് ഫീലിംഗ് ലൈക്ക് എന്താ പറയുക, നമ്മളൊരു ഡൂയിങ് മോഡിലാണ്. സോ ഞാൻ എൻ്റെ സോൾ പർപ്പസിൽ കണക്ട് ആയി. സോ ഐ എം ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് സ്റ്റാർട്ടിങ് പ്ലേസ് ഇൻ മൈ ജേർണി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു മോഡ് ഓഫ് ബീയിങ്ങിലെത്തി. ലൈക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ആഗ്രഹമല്ല, ഇറ്റ്സ് നോട്ട് ഫോർ അതേഴ്സ്, ഇറ്റ്സ് ഫോർ മീ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് മനസ്സിലായി തുടങ്ങും. ആൻഡ് എന്താ പറയുക, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറയണം എന്നുള്ളൊരു ചിന്തയിലാണ് അന്ന് ചാനൽ തുടങ്ങിയത്. ഇന്ന് അങ്ങനെയല്ല. ഐ തിങ്ക് ലൈക്ക് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം ആർക്കെങ്കിലും എത്തണമെങ്കിൽ അത് എത്തിക്കോളും. അത് ഞാൻ ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക് ടു മച്ച് എന്നുള്ളൊരു പ്ലേസിലെത്തി ഞാനിപ്പോൾ. സ്റ്റിൽ ഗ്രോയിങ്. അപ്പോൾ എനിക്ക് ആക്ച്വലി അടുത്തൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഐ ഡോണ്ട് നോ വാട്ട് ടു സ്റ്റാർട്ട് വിത്ത്. ഒരുപാട് ഓൾറെഡി ഞാൻ വീഡിയോസ് എല്ലാം ഇട്ട് കഴിഞ്ഞതുകൊണ്ട് എഗെയിൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്നലെ വേറെ ഒരു കമൻറ്റും വന്നിരുന്നു. സംബഡി ആസ്ക് മീ, ഞാൻ ഇന്നലെ ഇട്ട ഒരു ഷോർട്സിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മലയാളത്തിലാണ് ചോദിച്ചിരുന്നത്. സോ ഐ തോട്ട് അപ്പോൾ ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇതേ ചാനലിൽ ഇടാം. സോ ഐ ഡോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ഇട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് മലയാളം വീഡിയോസിൽ വരുന്ന കമൻസിനെല്ലാം ഞാൻ മലയാളത്തിൽ വീഡിയോ ചെയ്യാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇന്നലെ സംസാരിച്ച ഒരു കാര്യം, നമ്മൾ ഈ ഒരു ജേർണിയുടെ ഒരു പ്ലേസിലെത്തുമ്പോൾ ഐ ടോൾഡ് ദാറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു എല്ലാം പോകുന്ന ഒരു പ്ലേസിലെത്തുന്നത്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. ആക്ച്വലി നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ ഭയങ്കര പെയിനിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പ്ലേസിലായിരിക്കും. അപ്പോൾ ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ സമയത്ത് തന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെല്ലാം നമ്മളെ വിട്ടു പോകും. എന്തുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഒരു രീതിയിൽ സമാധാനം കിട്ടാത്തത്? ബിക്കോസ് നമുക്ക് അതുവരെ സന്തോഷം കിട്ടിയിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വെൽത്തോ ജോബോ എല്ലാം തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു നേച്ചറിലേക്ക് പോകും. നമുക്ക് അതിൻ്റെ റീസൺ ഒന്നും അപ്പം മനസ്സിലാവത്തില്ല, ബട്ട് ആക്ച്വലി അതെല്ലാം നമ്മുടെ വൈബ്രേഷനുമായിട്ട് ഇനി മാച്ച് ആവത്തില്ല എന്നുള്ള ഒരു സത്യമാണ് അവിടെ. സോ അപ്പോൾ വി കാൺട്ട് എസ്കേപ്പ്. അതിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിച്ച് ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ അവിടെ അത് സമ്മതിക്കത്തില്ല. അപ്പോൾ വി ഹാവ് ടു ഗോ ത്രൂ ദിസ് പ്രോപ്പർ അവേക്കനിങ്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇൻ കേസ് ആ ഒരു സമയത്ത് നമുക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് ഇരിക്കുന്നു ആൻഡ് വി ആർ ഫീലിംഗ് ദറ്റ് കംഫർട്ട്, നമ്മുടെ ഫാമിലിയോ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ ആരെങ്കിലും നമുക്ക് ഒരു കംഫർട്ടബിൾ ഒരു പ്ലേസ് തരുന്നു, നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു എങ്കിൽ അവിടെ വരുന്ന എത്ര പെയിനെയും നമ്മൾ ഈ സൈഡിൽ ബാലൻസ് ചെയ്യാൻ നോക്കും ആൻഡ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ അത് സമ്മതിക്കത്തില്ല. ബിക്കോസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്ന ഒരു ജേർണി വന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ആ സോൾ ഫോമിൽ നമ്മുടെ ഒരു പ്രോപ്പർ അവേക്കനിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറയട്ടെ, നമ്മൾ ഒത്തിരി ഈ ജേർണിയുടെ സ്റ്റാർട്ടിങ്ങിൽ അവേക്കനിങ് എന്ന് പറയുന്നതിനെ ഒരു വലിയൊരു പ്രോസസ്സായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയും, ഈ ഒരു സ്റ്റേറ്റിൽ ഞാൻ പറയും, ഒരു സോൾ ലെഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പേടിയില്ലാതെ, ഒരു തരത്തിലുമുള്ള ഒരു ജലസി ഇല്ല, അല്ലെങ്കിൽ ഒരു കോപം ഇല്ല, എല്ലാം നമുക്ക് ഈവൻ ഇൻസെക്യൂരിറ്റീസ് ഇല്ല, ട്രോമ ഇല്ല, അങ്ങനെ ജീവിക്കുന്ന ഒരു സമാധാനപരമായ ഒരു ലൈഫാണ് ആക്ച്വലി അവേക്കൻഡ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇനീഷ്യലി വിചാരിക്കും നമ്മളൊക്കെ മേ ബി ഒരു
മോങ്ക് പോലെ ഇൻ ഫ്യൂച്ചർ ഒരു ഫാമിലി ലൈഫ് ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ജീവിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഈ സാധാരണ ലോകത്ത് സാധാരണ ജോലി ചെയ്ത് സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലെ പീസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദ ആഫ്റ്റർ ആൻഡ് ബിഫോർ വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫോർ അസ് ഇൻസൈഡ്. വെളിയിൽ കാണുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. സിറ്റുവേഷൻസ് മാറുമായിരിക്കും. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ചെയ്യത്തില്ലായിരിക്കും. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ മാറുമായിരിക്കും. പക്ഷേ അതിനർത്ഥം നമ്മൾ മനുഷ്യരെ ഇല്ലാതെ ആരുമായിട്ടും ഒരു ചേർച്ചയില്ലാതെ നമ്മൾ തനിയെ ജീവിക്കും എന്നുള്ളതല്ല. ദർ വിൽ ബി പീപ്പിൾ ബട്ട് നോട്ട് ഇൻ വിത്ത് ദ സെയിം നോയ്സ് ആസ് ഏർലിയർ. മനുഷ്യരുണ്ടാവും. ഇപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനും ആൾക്കാരുണ്ടാവും അല്ലേ? ബട്ട് വി കാൺ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ് നോയ്സ്. അപ്പം നോയ്സി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പഴയതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് കറങ്ങുക, യാത്ര പോകണം എന്നുള്ള വിചാരം, അല്ലെങ്കിൽ വെള്ളം അടിക്കണം, അവരുടെ കൂടെ പാർട്ടി ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം നമ്മളെ വിട്ട് തന്നെ പോവും. അത് ഞാൻ പറയൂല ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണോ എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ എങ്കിൽ ഐ വിൽ ടെൽ ദാറ്റ് ആ ഒരു പ്ലേസിൽ നമ്മൾ എത്തുമ്പോൾ വി ഡോണ്ട് ഫീൽ ദാറ്റ്. അതെല്ലാം എനിക്ക് ഇല്ലല്ലോ എന്ന് ഫീൽ ചെയ്യത്തില്ല. അതെല്ലാം ഇല്ലാതെ പോയതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ആക്ച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. ആർക്കൊക്കെ ആ മൈൻഡിൽ ഈ ഒരു ലൈഫിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, എന്തിനു എനിക്കിത് തന്നു, എനിക്കിത് വേണ്ടായിരുന്നു, എനിക്ക് സാധാരണ പഴയതുപോലെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന എല്ലാവരും ഇപ്പോഴും ഉള്ളിലെ പെയിനിലും ആ 3D തോട്ട്സിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സോ ഐ എം നോട്ട് ബ്ലെയിമിങ്, ബിക്കോസ് നമ്മളെല്ലാവരും ആ പ്ലേസിൽ നിന്നാണ് ഈ ഒരു പ്ലേസിലേക്ക് എത്തുന്നത്. സ്ലോലിയേ മാറത്തുള്ളൂ എന്ന് വിചാരിച്ച് 100% അത് അങ്ങനെ ഒറ്റയടിക്ക് മാറത്തുമില്ല. സ്ലോലി നമ്മൾ ആ ഒരു പ്ലേസിലെത്തി അവയർനെസ് ഒരുപാട് കൂടി സ്ലോലി ക്ലിയർ ചെയ്തേ പോകത്തുള്ളൂ. സോ വാട്ട് എവർ സ്റ്റേജ് യു ആർ, ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ജേർണി ആൻഡ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. എപ്പോഴായാലും ഡിവൈൻ നമ്മുടെ കൂടെ ഉണ്ട്. സോ ഒരു സ്ഥലത്തും നമ്മളെ പുറകോട്ട് പോകാനും വിടില്ല. അവിടെ ഒന്നെങ്കിൽ അവിടെ തന്നെ നിൽക്ക്, അല്ല എങ്കിൽ പിടിച്ച് മുമ്പോട്ട് പോകണം. ആ ഒരു ഓപ്ഷനേ ഉള്ളൂ നമുക്ക്. ആൻഡ് ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആ ഒരു പ്ലേസിൽ സ്ലോലി നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെല്ലാം ഒരു രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് നമ്മുടെ ഈ ജേർണിയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബ്ലിസ് ഒക്കെ കണ്ടു തുടങ്ങും. നമ്മൾ ഫീൽ ദാറ്റ് ഓക്കെ, എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ഉണ്ട്. അതുവരെ സോളിനെ തിരിച്ചറിയാത്ത നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. പല കാര്യങ്ങളും നമുക്ക് മാച്ച് ആവാൻ തുടങ്ങും, നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഒരു എന്ന് വെച്ചാൽ ഉടനെ സ്പിരിച്വലി അങ്ങ് അവേക്കനായി എന്നല്ല, ഒരു 4D ലെവലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങും. 3D to 4D and 4D to 5D. അതായിരിക്കും നമ്മുടെ ജേർണിയുടെ ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ദ ജേർണി അവിടെ ആയിരിക്കും. ബിക്കോസ് ലാസ്റ്റ് ഒരു 10% ആയിരിക്കും നമ്മൾ 5Dയിൽ കണക്ട് ആവുന്നത് തന്നെ. സോ എന്ന് വെച്ചാൽ ഐ എം നോട്ട് സേയിങ് ദാറ്റ് ആ ഒരു 10% കൂടി നമുക്ക് എല്ലാം കഴിഞ്ഞു എന്നല്ല. വാട്ട് ഐ എം സേയിങ് ഈസ് ആ സ്ട്രഗിളിൽ നിന്ന് നമ്മൾ പുറത്ത് വരുന്നത്. പിന്നെയാണ് നമ്മൾ ആക്ച്വൽ അവേക്കൻഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അവിടെയും ഉണ്ട് ഈ ജേർണി, അവിടെ ഒന്നും സ്റ്റോപ്പ് ആവത്തില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പതുക്കെ പുതിയ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ജോബ്, പുതിയ ഹോബീസ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങും. വിച്ച് ഇസ് ഗിവിങ് അസ് മോർ ഹാപ്പിനെസ്. നേരത്തെ തന്നെക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അതിലൊക്കെ ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ നമ്മൾ ഫുൾ ഒരു അവേക്കനിങ് പ്ലേസിൽ നമ്മൾ ഒരു ഇന്നർ യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന സമയം മുഴുവൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു സാധനം കണക്ട് ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. ബിക്കോസ് വിത്തൗട്ട് ദാറ്റ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതൊന്നും ഇല്ലാതെ ഫുൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മളങ്ങ് ആ ഒരു പ്ലേസിലെത്തണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ 3D ജീവിതം ജീവിക്കുന്ന നമുക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു ആശ്രമത്തിലൊക്കെ പോയി ജീവിക്കുന്നവർക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് സാധ്യമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തെറ്റല്ലാത്ത, നെഗറ്റീവ് എനർജി അല്ലാത്ത കാര്യങ്ങളിലെ നമ്മൾ സീക്ക് ചെയ്യാം. അതിലൊരു ബുക്ക് വായനയാവാം, പുറത്ത് പോയിട്ട് നമ്മൾ തനിയെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, നേച്ചറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് ഗിവ്സ് എസ് എ ലോട്ട് ഓഫ് എനർജി ആൻഡ് സ്ലോലി നമ്മുടെ ഇൻറ്റ്യൂഷൻ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ സമയത്തെല്ലാം നമ്മൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങളിലേക്കാണ് കണക്ട് ചെയ്തത്, നമ്മുടെ പഴയ ലൈഫിലുള്ള ആൾക്കാരോ കാര്യങ്ങളോ അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും
ഓക്കെ, ഇതൊക്കെ ഇപ്പം എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട്, എനിക്ക് ആ ബ്ലിസ് കിട്ടുന്നുണ്ട്. അപ്പോഴപ്പോഴും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാവും. ആൻഡ് അയ്യോ എല്ലാം പോയല്ലോ എന്ന് തോന്നും. പക്ഷേ വീണ്ടും നമ്മൾ ഓക്കെ ആവും. ആ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ ഹാപ്പിനെസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിനെയൊക്കെ നമ്മൾ വീണ്ടും പെർസ്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അതും കഴിഞ്ഞ് നമ്മളൊരു പ്ലേസിലെത്തും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു പ്ലേസിലെത്തും. അതായത് ഇത്രയും നാൾ നമ്മൾ ഒരു വളരെ ഇൻസെക്യൂരിറ്റീസ് ഉള്ളൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നിട്ട് അത് കഴിഞ്ഞ് ഇൻസെക്യൂരിറ്റീസിനെയൊക്കെ കളഞ്ഞ്, ഒറ്റയടിക്കല്ല, സ്ലോലി കളഞ്ഞ് നമ്മൾ പല നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മളെ വെക്കാൻ വേണ്ടി പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കും. ഒരു സാധാരണ ഒരു അവേക്കനിങ് അല്ലാത്ത ഒരു മനുഷ്യന് ഈ ഒരു പ്ലേസ് തന്നെ ഭയങ്കര ഹാപ്പിനെസ് തരും ലൈഫിൽ. നമുക്ക് അവിടെ കൊണ്ട് ഉണ്ടാവത്തില്ല. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ് എന്ന് അപ്പം മനസ്സിലാവും നമുക്ക്. സോറി, എൻ്റെ ത്രോട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, കുറച്ച് കഫ് ആൻഡ് കോൾഡ് ഉണ്ട്. സോ ഈ പ്ലേസിലെത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു പ്ലേസിലെത്തും. ലൈക്ക് നമുക്ക് ആ പഴയ ജീവിതമോ പഴയ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്ന് ട്വിൻ വേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ പല കാര്യങ്ങൾ, ഹാപ്പിനെസ് എന്ന് വിചാരിച്ച കാര്യങ്ങൾ, ഈവൻ കമ്മിങ് ഔട്ട് ആൻഡ് കണക്ടിങ് ടു നേച്ചർ, ഒന്നും നമുക്ക് വേണ്ട. എന്ന് വെച്ചാൽ ചെയ്താൽ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ അതൊന്നും ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് നമ്മളെ ഗ്രൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ എനർജിയിൽ ഫ്ലക്ച്വേഷൻ വരുന്നില്ല, നമുക്ക് ട്രിഗേഴ്സ് ഇല്ല. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നും അവിടെ. ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാൻസിഷൻ ഫേസ് ആണത്. ഞാൻ പറയും നമ്മുടെ ജേണിയുടെ ഒരു 50% എത്തുമ്പോഴാണ് ആ ഒരു പ്ലേസിൽ നമ്മൾ വരുന്നത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ എന്ന് പറയുന്നത് ഒരു 0 ഫേസ്. നമുക്ക് പഴയത് എല്ലാം പോയിട്ട് നമ്മുടെ അപ്പോൾ ഞാൻ അത് എങ്ങനെ ഈസി ആയിട്ട് പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ സോൾ, മൈൻഡ് ആൻഡ് ബോഡി അലൈൻ ആവുന്നതാണല്ലോ സ്പിരിച്വാലിറ്റി. ദാറ്റ് ഈസ് നമ്മുടെ സോളിന് എന്താണോ കറക്റ്റ് അതുപോലെ ജീവിക്കുന്ന ഒരു മൈൻഡും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയും. സോ നമ്മൾ ഇപ്പം എന്താ ചെയ്തത്, നമ്മുടെ ബോഡി ആൻഡ് മൈൻഡിനെ സോൾ പറയുന്നത് കേൾക്കുന്ന രീതിയിലേക്ക് സ്ലോലി കൊണ്ടുവന്നു. സോ അപ്പോൾ ഈ ഒരു പ്ലേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്ലോലി നമ്മുടെ മൈൻഡും ബോഡീനേക്കാളും നമ്മുടെ സോളിൻ്റെ പവർ മുകളിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ബോഡി പഴയതുപോലെ കിടന്ന് ചാടാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ മൈൻഡിനെ പഴയതുപോലെ ഭയങ്കര ഞാൻ ഇതാണ്, ഇത് ചെയ്ത് കളയും, അത് ചെയ്ത് കളയും, ഞാൻ മിടുക്കിയാണ് എന്നുള്ള ആ ഒരു തോട്ട്സും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇപ്പോൾ സോൾ ഫോമിൽ വന്നു. സോൾ ഫോം എന്ന് പറയുമ്പോൾ ഈഗോ ഇല്ലാത്ത, ഒരു ഫിയർ ഇല്ലാത്തത്, എന്നാൽ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ലവ് ഉള്ള ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് സോൾ എന്ന് പറയുന്നത്. സോ ആ പ്ലേസിൽ നമ്മൾ എത്തി. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ആ നെക്സ്റ്റ് മൂവ്മെൻറ്റ് വരാത്തത്? ബിക്കോസ് നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ഈ സോളുമായിട്ട് ഇനി ഇൻറ്റഗ്രേറ്റ് ആയിട്ട് ഈ സോളിൻ്റെ അലൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ആൻഡ് മൈൻഡായിട്ട് ഇത് മാറണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു 50% നമ്മൾ എത്തി. സോ നമ്മുടെ സോളിൻ്റെ പവറിലേക്ക് നമ്മൾ വന്നു. ബട്ട് സോളിൻ്റെ പവറിൽ ജീവിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ മാറണം. സോ ഇവിടെ നമുക്ക് എന്താ ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഉള്ള കാര്യങ്ങൾ മുഴുവൻ സോൾ എങ്ങനെയാണോ അത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡിയും മൈൻഡും വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം കംപ്ലീറ്റ്ലി നോൺ വെജ് വിടാൻ പോകുന്ന ഒരു പ്ലേസ് ആണത്. നമ്മുടെ സോളിന് വേണ്ടാത്തതൊന്നും പിന്നെ ബോഡിക്ക് എടുക്കാൻ പറ്റത്തില്ല, മൈൻഡിന് എടുക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ഒരു പ്ലേസിലെത്തി നമ്മളൊരു കംപ്ലീറ്റ് 0 പ്ലേസിലെത്തുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഈ ജേണി പിന്നെ എന്താണ് എന്നുള്ളത്. അപ്പോഴാണ് അവിടെ സറണ്ടറിനും ട്രസ്റ്റിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു പേടിയും ഇല്ലാതെ ഇതെന്താ സംഭവിക്കുന്നത്, ഇനി എന്താണ് എന്നുള്ള ചോദ്യം അങ്ങനെ വരാത്ത ഒരു പ്ലേസിൽ എത്തുമ്പോഴേ ഉള്ളൂ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടോ, എൻ്റെ ട്വിൻ വരുമോ, ട്വിൻ ഫ്ലെയിം യൂണിയൻ നടക്കുമോ, ഇനി എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ വി ഹാവൻറ്റ് റീച്ച് ദാറ്റ് പ്ലേസ്. ഈ ഒരു പ്ലേസിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒന്നും നോക്കാനില്ല, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനില്ല, നാളെ എന്താണെന്നുള്ളത് അറിയത്തില്ല, നാളേക്ക് പ്ലാൻ ചെയ്യാൻ എനിക്കൊന്നുമില്ല, ഒന്നും എവിടെയും നമുക്കൊരു ഈഗോ റിലേറ്റഡ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും നമുക്ക് ഒരു സ്ട്രെസ് ഇല്ലാതെ, പേടിയില്ലാതെ കംപ്ലീറ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അങ്ങനെ നമുക്ക് ഒരു ഫുൾ സറണ്ടറിൽ ജീവിക്കാൻ പറ്റണം. അതെനിക്ക് അറിയത്തില്ല ഹൗ ഫാർ, എത്ര ദിവസം എന്നൊക്കെ. അവിടെ പല ടെസ്റ്റുകൾ വരും. ഓരോ ടെസ്റ്റിലും നമ്മൾ ഹൗ ആർ വി ഏബിൾ ടു ഹാൻഡിൽ ദാറ്റ് എന്നുള്ളത് ദൈവം തരുന്ന ടെസ്റ്റുകളായിരിക്കും.
സോ അതനുസരിച്ച് ഓരോരുത്തരുടെ ആ ഒരു പീരിയഡ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം നമുക്കൊരു ടെസ്റ്റിൽ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എഗെയിൻ അതേ സ്റ്റേറ്റ് കണ്ടിന്യൂ ആവും. അടുത്ത ഒരു ടെസ്റ്റ് വരുമ്പോൾ എഗെയിൻ നമ്മൾ തോറ്റുപോയാൽ എഗെയിൻ ദർ വിൽ ബി ദ സെയിം കണ്ടിന്യൂവേഷൻ. അല്ല, ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ ആ ഒരു അവയർനെസ് അത്രയും കൂടുതലാണ്, നമുക്ക് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. അങ്ങനെ ഇറ്റ്സ് നോട്ട് ഓൺലി വൺ ടെസ്റ്റ്, അങ്ങനെ ഒരേ ഒരു ടെസ്റ്റ് ഇന്ന ടെസ്റ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവിടെ നമുക്ക് ഫിയർ വരുന്നുണ്ടോ, നമ്മൾ ട്രിഗർ ആവുന്നുണ്ടോ, വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആം ഐ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്നൊക്കെ നമുക്ക് തന്നെ അത് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു പ്ലേസിൽ നമ്മൾ സ്ലോലി ഫുള്ളി സട്ടിലായിട്ട് ഒരു രീതിയിലും നമ്മളെ ട്രിഗർ ചെയ്യാതെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പർ ഒരു സ്പിരിച്വൽ ബീയിങ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ അറിവ്. ഞാൻ ആ ഒരു സീറോ ഫേസിലാണ് എത്തി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴും ഞാൻ അതിനു മുകളിലോട്ടൊന്നും പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല. എൻ്റെ ഈ ചാനൽ, തമിഴിലുള്ള ചാനൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഞാനൊരു അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ മനസ്സിലാവുന്നോ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന പ്ലേസ് വന്ന് എനിക്ക് തന്നെ അറിയാം എത്രത്തോളം ഡിഫറൻസ് എനിക്കുണ്ട് എന്നുള്ളത്. ആൻഡ് ഹൗ മച്ച് മൈ മൈൻഡ് ഹാസ് ബ്രോക്കൺ ഡൗൺ എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈഗോ അത്ര ഈസി ആയിട്ട് നമ്മളെ വിട്ട് പോകത്തില്ല. അപ്പോൾ ഈ ഒരു പ്ലേസിൽ ഞാൻ നിൽക്കുന്നു. ആ ഒരു പ്ലേസിനെ കുറിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നു. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ താഴെ പറയുക. അപ്പോൾ ഞാൻ വേറെ കുറേ വീഡിയോസ് ഇടാം. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ഇട്ടതുകൊണ്ട് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പറയണം എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഫുള്ളി ഇന്നർ യൂണിയനായി ഭയങ്കര ഒരു ഹയർ പ്ലേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. ഞാനും ഈ ജേണിയിലാണ് ഇപ്പോൾ കുറച്ച് കാമായിട്ട്. അതായത് ഈ ട്വിൻ ഫ്ലെയിം ജേർണി വന്നതിന് ശേഷം, എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണി ഈസ് എ വെരി ഷോർട്ട് പീരിയഡ്. 2 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ഞാൻ ട്വിന്നെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. സോ അവിടെ നിന്ന് ഒരു 2 ഇയേഴ്സിലാണ് ഐ ഹാവ് കം ടു ദിസ് പ്ലേസ് ബൈ ഗോഡ്സ് ഗ്രേസ്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് ഞാൻ പറയും. അപ്പം ഇവിടെ നിന്ന് ഇനി എത്ര വർഷം ഇതുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ളതിനെ മറന്നിട്ട് നമ്മൾ ഇതൊരു അവേക്കനിങ് ജേണിയാണ്, ഞാൻ എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ എൻ്റെ ഒരു സോൾ ഫോമിൽ വരുന്ന ഒരു ജേണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്ലേസിലാണ് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ ഒരു ട്വിൻ ഫ്ലെയിം ലേബിൾ അത് ക്യാരി ചെയ്യാൻ നമുക്ക് അത്ര താല്പര്യം തോന്നത്തില്ല. അപ്പോൾ അത് ട്വിൻ വേണ്ടേ, അല്ലെങ്കിൽ ട്വിനിനോട് ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ബട്ട് ഇപ്പോൾ അതൊരു ട്വിൻ ഫ്ലെയിം ജേണി അല്ല, ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേണിയാണ്, എൻ്റെ അവേക്കനിങ് ജേണി ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞു. അതെല്ലാവർക്കും ആ പ്ലേസിലെത്തുമ്പോൾ വരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കമൻസ് തീർച്ചയായിട്ടും ഇടുക, എനിക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇനിയും വീഡിയോ വേണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ ഡിയേഴ്സ്, കുറേ നാളായി ഇപ്പോൾ മലയാളം ഞാൻ ആരോടും സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ മേ ബി എൻ്റെ മലയാളം ഇച്ചിരി കുഴപ്പമായിരിക്കും. അതർവൈസ് ഞാൻ നന്നായിട്ട് മലയാളം പറയും കേട്ടോ. അപ്പം ഇപ്പോൾ കുറേ നാളായിട്ട് മലയാളവും പറയുന്നില്ല. ആൻഡ് തമിഴ് ചാനലിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നത് മൊത്തം തമിഴാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് എൻ്റെ ലാംഗ്വേജിൽ ഉണ്ടാവും. ബട്ട് എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. മലയാളം പഠിച്ചിട്ടില്ല, പക്ഷെ നന്നായിട്ട് അറിയാം. എഴുതാനും അറിയാം, വായിക്കാനും അറിയാം, പറയാനും അറിയാം. മേ ബി വളരെ കടുകട്ടിയായിട്ടുള്ള മലയാളമൊന്നും എനിക്കറിയത്തില്ല. സാധാരണ സ്പീക്കിംഗ് ലാംഗ്വേജ് എനിക്ക് നന്നായിട്ട് അറിയാം. സോ വി വിൽ കണക്ട് അഗെയിൻ. ഓക്കെ ഡിയേഴ്സ്, ടേക്ക് കെയർ, ബൈ.